ദൈവനാമം മഹത്വപ്പെടട്ടെ. യെശയ്യാ പ്രവചനം 40 അധ്യായം 28 മുതലുള്ള വചനങ്ങൾ ഇപ്പോൾ ധ്യാനിച്ചു വരികയായിരുന്നല്ലോ. യൗവനശക്തിയെക്കുറിച്ചായിരുന്നു നമ്മുടെ പ്രധാനമായ പഠനം. അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കും. 31 എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോസ്തല പ്രവർത്തികൾ 1:4-8 വാക്യങ്ങളിൽ കാത്തിരുന്ന് ശക്തിയെ പ്രാപിക്കാം എന്ന് കാണുന്നു. ഇവിടെ അത് പുതുക്കാം എന്ന് കാണും. വെറും 5 മിനിറ്റുള്ള ഈ പ്രബോധനത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമേ പറയത്തുള്ളൂ. ഇന്ന് നിങ്ങൾ ശക്തി പ്രാപിക്കണം, പ്രാപിച്ചവർ പുതുക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികൾ ആകും. അപ്പോസ്തല പ്രവർത്തികൾ 1 അധ്യായം 8 വാക്യം. അങ്ങനെ പ്രാപിച്ച ശക്തി പുതുക്കേണ്ടതാണ്. വണ്ടിക്ക് എയർ അടിച്ചാൽ 2000-3000 കിലോമീറ്റർ കഴിയുമ്പോൾ ചെക്ക് ചെയ്യണം, വീണ്ടും അടിക്കണം. എയർ ഈസ് പവർ. ഈ വണ്ടിയുടെ വെയിറ്റും ഈ സ്പീഡും എല്ലാം താങ്ങുന്നത് ടയറാണ്. ടയറിനകത്ത് എന്താണ്? എയറാണ്. അപ്പൊ പവർ ഏതിനാ? എയറിനല്ലേ. ആ എയറിനെ പിടിച്ചു നിർത്താനുള്ള പവറാണ് ടയറിനുള്ളത്. എല്ലാം ഒരു മായ അല്ലേ. എയറിന് പവർ ഉണ്ടോ? ഉണ്ട്. അത് ഇങ്ങനെ ടൈറ്റാക്കിയാലേ ഉള്ളൂ. ഈ പരിശുദ്ധാത്മ ശക്തി നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യന്തം ഫലപ്രദമായ ശക്തിയാണ്. അത് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയട്ടെ, അപ്പോൾ നാം ശക്തരാകും. അത് ഓരോരോ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും ആത്മശക്തി പ്രാപിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തരാക്കാൻ കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളെ ശക്തരാക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തരാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾക്കത് വേണ്ട. നിങ്ങളതിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധാത്മ ശക്തിയോടും ബന്ധപ്പെട്ട എന്ത് വിഷയത്തെയും വിമർശനാത്മകമായി കാണുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും വളരെ ദൈവഭയമില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ട്. അവരെ ഉപദേശിച്ചിട്ട് ഒരു പ്രയോജനമില്ല. പക്ഷെ അവരെ കണ്ട് നിങ്ങൾ ചീത്തയാകരുത്. നിങ്ങൾ ശക്തി പ്രാപിക്കണം, ശക്തി പുതുക്കണം. അതിനുള്ള മാർഗം എന്താ? ദൈവത്തെ കാത്തിരിക്കുക. അതാണ് അതിൻ്റെ മാർഗം. അതിനിത്തിരി ക്ഷമ വേണം. കാത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ, മനസാക്ഷിയിൽ കുറ്റബോധം വരും. അനാവശ്യമായി പറഞ്ഞ വാക്കുകൾ, മറ്റൊരാളെ പരിഹസിച്ചതും അപമാനിച്ചതും ഭത്സിച്ചതും പക പിണക്കം സൂക്ഷിച്ചതും എല്ലാം ആത്മാവ് ഓർപ്പിക്കും. അപ്പൊ പിന്നെ വേണ്ടെന്ന് വെക്കും. ഈ കാത്തിരിക്കണമെന്ന് പറയുന്നത് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടല്ല, ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ടല്ല. നോ, നിന്നെ ശരിയാക്കാൻ വേണ്ടി. ഹലോ, കാത്തിരിക്കുന്ന ഇതിനാ. നമ്മളിപ്പോ 8 മണിക്ക് വരുന്ന ട്രെയിനിന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ വിളിച്ചു പറയുകയാണ് 9 മണിക്ക് വരുള്ളൂ. ഇപ്പോൾ 1 അവർ കാത്തിരുന്നേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കാത്തിരിക്കുമ്പം പരിശുദ്ധാത്മാവ് വരുന്ന ഫ്ലൈറ്റ് ക്യാൻസൽ ആയത്. നോ, വളരെ സത്യങ്ങൾ മാത്രം പെട്ടെന്നങ്ങ് പറയുക. കാത്തിരിപ്പ് സിൻസിയറാണെങ്കിൽ കുറവുകൾ ഓർമ്മ വരും.
കറക്ഷൻസ് നടക്കും, തിരുത്തലുകൾ നടക്കും, അനുതാപമുണ്ടാവും, കണ്ണുനീരുണ്ടാകും, പ്രാർത്ഥനയുണ്ടാകും, ഏറ്റുപറച്ചിലുണ്ടാകും, ശുദ്ധീകരണം നടക്കും. ഓക്കെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആ ശക്തി വർദ്ധിക്കും, വീണ്ടും വീണ്ടും വർദ്ധിക്കും. അടുത്ത പ്രഭാതത്തിലെ വചനധ്യാനം നിശ്ചയമായിട്ടും കേൾക്കണം. ആ വർധനവ് കാണിക്കണം. പ്രാർത്ഥിക്കാം. പിതാവേ, ഇത് വെറുമൊരു കേൾവിയല്ല, ഇതൊരു ശക്തിയുടെ പകർച്ചയായി മാറണമേ. ലോകം മുഴുവനും പവർ വിഷനിൽ കണ്ണു നട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ദൂരത്തിരുന്നു കൊണ്ട് തന്നെ ഈ വചനത്തിലൂടെ ശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, ശക്തി വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.